ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അരുമനാഥനായ യേശുവിൻ്റെ കരം നീട്ടി അവിടുന്ന് നിങ്ങളെല്ലാവരെയും നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുകയും സ്പർശിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രതീക്ഷയോടെ കൂടെയാണ് എല്ലാവരും ഈ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ മധ്യത്തിൽ തീ കൊണ്ട് ഉത്തരമരുളുന്ന ഒരു ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം വെളിപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പലയിടങ്ങളിലേക്കും ദൈവത്തിൻ്റെ തീ അയക്കപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. ദൈവത്തിൻ്റെ തീ, കർത്താവിൻ്റെ തീ, സ്വർഗീയാഗ്നി, ഇതൊക്കെ ഒത്തിരി ചോദ്യം ചെയ്യപ്പെടുകയും ഒത്തിരി വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന വിഷയമാണ്. എങ്കിലും വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന തീക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്. ദൈവത്തിൻ്റെ തീക്ക് ജീവിതത്തിൽ ഇടം കൊടുക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. ഞാൻ അങ്ങനെ ഒരു ഗണത്തിൽപ്പെടുന്ന ആളാണ്. ദൈവത്തിൻ്റെ തീക്ക്, ബൈബിൾ പറയുന്ന തീ, ദൈവത്തിങ്കിൽ നിന്ന് വരുന്ന തീ, ദൈവത്തിൻ്റെ ആത്മാവയക്കുന്ന തീക്ക് ഇടം കൊടുക്കുന്ന എത്ര ദൈവമക്കളുണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ. നിങ്ങളങ്ങനെ ദൈവത്തിൻ്റെ തീക്ക് ഇടം കൊടുക്കുന്ന, ദൈവത്തിൻ്റെ തീ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടും പറയണം. ക്രോധാഗ്നിയുണ്ട്, അല്ലാത്ത അഗ്നിയുണ്ട്. എസ്പെഷ്യലി സ്പിരിറ്റിൽ പ്രാർത്ഥിക്കുന്ന, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവും. ദൈവത്തിൻ്റെ ഫയർ, ദ ഫയർ ഓഫ് ദ ഗാഡ്, ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അത് നമ്മുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒന്നാകുന്നു. ദൈവത്തിൻ്റെ ഫയറിന് സംസാരിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ ഫയറിന് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്താൻ പറ്റും. ദൈവത്തിൻ്റെ ഫയറിന് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ദൈവത്തിൻ്റെ ഫയറിന് ഒരു വ്യക്തിയോട് സംസാരിക്കാൻ പറ്റും. നിങ്ങൾ എത്ര പേർ അംഗീകരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് സംസാരിക്കുന്ന ദൈവം എന്നെ പഠിപ്പിച്ച അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ ഫയർ എന്ന് പറഞ്ഞാൽ കത്തിക്കുകയും ചുട്ടുകളയുകയും ചാമ്പലാക്കുകയും ഭസ്മമാക്കുകയും യാഗപീഠത്തിൽ ഇരിക്കുന്ന ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും ദഹിപ്പിക്കുന്ന അഗ്നി മാത്രമല്ല. നമ്മൾ പഴയ നിയമം നോക്കി ദൈവത്തിൻ്റെ അഗ്നിയെ വിലയിരുത്താൻ നിൽക്കരുത്. ആ ഫയർ, അത് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് മാത്രവും അല്ല ഫയർ പറയുന്നത്. ഫയറിന് ലിറ്ററലി അതിന് ഫയർ എന്ന് തന്നെ അർത്ഥമുണ്ട്. ഫയറിന് ഹോളി സ്പിരിറ്റ് എന്ന് നമുക്ക് അർത്ഥം കൊടുക്കാൻ പറ്റും, തെറ്റില്ല. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൻ്റെ തീയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ദൈവത്തിൻ്റെ തീ, ബൈബിൾ പഠിപ്പിക്കുന്ന തീ, അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആ തീക്ക് ഇന്ന് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ പൂർണ്ണമായി ഞാൻ ദൈവത്തിൻ്റെ ഫയറിന് വേണ്ടി തുറന്നു വെക്കുകയാണ്. ദൈവത്തിൻ്റെ ഫയറിന് വേണ്ടി ഞാൻ തുറന്നു വെക്കുകയാണ്. ഈ സമയം വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടങ്ങളിലേക്ക് ആ ഫയറിനെ നിങ്ങൾ ഓപ്പൺ ചെയ്തു കൊടുക്കണം. നിങ്ങളുടെ ലൈഫിന് നിങ്ങൾ ആ ഫയറിന് ഓപ്പൺ ചെയ്തു കൊടുക്കണം. നിങ്ങളുടെ ചിന്തകളിലേക്ക് ആ ഫയറിന് നിങ്ങൾ ഓപ്പൺ ചെയ്തു കൊടുക്കണം. നിങ്ങളുടെ തലമുറകളിലേക്ക് ഫയറിന് ഓപ്പൺ ചെയ്തു കൊടുക്കണം. ദൈവത്തിന് എന്തെങ്കിലും ഒരു മാറ്റം ആ തീയിൽ നിന്ന് വരുത്താനുണ്ടെങ്കിൽ, ആ തീ അയച്ച് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവേ അത് ചെയ്യണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക തന്നെ ചെയ്യും. നിശ്ചയമായിട്ടും ആ ഫയറിന് എന്നോട് സംസാരിക്കാനുണ്ട്. ആ ഫയറിന് നിന്നോട് സംസാരിക്കാനുണ്ട്. ദൈവത്തിൻ്റെ തീക്ക് ചില കാര്യങ്ങൾ താങ്കളെ ബോധ്യപ്പെടുത്താനുണ്ട്. ആ ദൈവത്തിൻ്റെ ഫയറിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഇഷ്ടമുണ്ട്. കമാൻ, വിശ്വസിക്കുന്ന ദൈവമക്കൾ അധരങ്ങൾ ചലിപ്പിച്ച് യേശുവിൻ്റെ ആത്മാവയക്കുന്ന തീ, എൻ്റെ രൂപം മാറ്റുന്ന, എൻ്റെ സ്വഭാവം മാറ്റുന്ന, ചിന്ത മാറ്റുന്ന, മിനിസ്ട്രി മാറ്റുന്ന, എൻ്റെ പ്രയർ ലൈഫ് പോലും ചേഞ്ച് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദൈവത്തിന്റെ അഗ്നിയെ സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ ദൈവജനവും പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. Fire in Jesus name. The fire in Jesus name. I toro sambletiniaza bargusi talbrekai masanitoza amthero al berfasinia daral brakasiyama. ഇന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലരുടെയും ലൈഫിലേക്ക് ഈ അഗ്നിയുടെ പ്രവേശം സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ ഇത് തീയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ the fire of the Holy Spirit, ഞാൻ ഈ തീയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഫയർ നിന്റെ ജീവിതത്തിലേക്ക് in the powerful name of Jesus, the realm of the God, Mosa, amen. Holy Ghost, ദൈവത്തിന്റെ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. amen. ഒരു മോസസ് ആയത്, ഒരു മോസസ് പ്രവാചകനായത് ഈ ഫയർ,
ഈ തീ കണ്ടതിന് ശേഷമാണ് നിന്നിലത്തെ ശുശ്രൂഷകൻ ഉണർന്നു വരുന്നത്. ഈ തീ കണ്ടതിന് ശേഷമാണെങ്കിൽ നിന്നിലത്തെ പ്രാർത്ഥനാ മനുഷ്യൻ ഉണർന്നു വരുന്നത്. ഈ തീ കണ്ടതിന് ശേഷമാണെങ്കിൽ നിന്നിലത്തെ അപ്പോസ്തലൻ ഉണർന്നു വരുന്നത്. ഈ തീ കണ്ടതിന് ശേഷമാണെങ്കിൽ Almighty God. Father of God. പ്രാർത്ഥിക്കാൻ കഴിയുന്നവരൊന്ന് പ്രാർത്ഥിച്ച. ഞാൻ വേർഡ് എടുത്തിട്ടില്ല, ഞാൻ ദൈവത്തിന്റെ വചനം തുറന്നിട്ടില്ല, ഞാൻ റെഫറൻസ് പറഞ്ഞിട്ടില്ല. പക്ഷേ ആ തീയെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇതിനകത്ത് അനുഭവിക്കാൻ കഴിയുന്ന, എനിക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാളും അപ്പുറമായ ദൈവത്തിന്റെ തീ ഇതിനകത്ത് വ്യാപരിക്കുന്നത് എനിക്ക് എന്റെ സ്പിരിറ്റിൽ അറിയാൻ കഴിയുന്നുണ്ട്. ഇത് ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയാം. ഇന്ന് അധരങ്ങൾ ചലിപ്പിച്ചു തുടങ്ങുന്നവരുടെ വായ്ക്ക് പ്രത്യേകതയുണ്ട്. Come on, do you believe this? Do you believe this word? This word is for you. This word is for you. നിങ്ങളുടെ നിങ്ങൾ വാ തുറന്നിട്ട് സ്വോത്രമായിരിക്കാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, യേശുവേ യേശുവേ ആയിരിക്കാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ടങ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ഇന്ന് ആര് ഈ തീയുടെ കൂടെ മുട്ടാൻ നിൽക്കുന്നു? Come on, ആര് ഈ തീയുടെ കൂടെ മുട്ടാൻ നിൽക്കുന്നു? അവർ ഫയറായി മാറും. അവർ ഫയറായി മാറും. ആമേൻ. ലൈമറോഫിയ സീബ്ര ഖൗഷ തലബ. ആമേൻ. ഞാൻ കർത്താവിൽ കാണുകയാണ് ഒരു വ്യത്യസ്തമായ പുതിയ ഒരു അഗ്നി കൊണ്ട് നിറഞ്ഞ അഗ്നിമയമായ ഒരു വ്യത്യസ്തമായ ഒരു 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 മണ്ഡലം തുറന്നു കിടക്കുന്നതും അതിനകത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തീ പാറുന്നത് പോലത്തെ ഒരു അനുഭവം. അത് നിന്നെ ദഹിപ്പിക്കുന്നതോ എന്നെ ദഹിപ്പിക്കുന്നതോ അല്ല, നിങ്ങളെ തിളക്കുന്നത് എന്നെ തിളക്കുന്നതുമായ തീയാണ്. ആ ഫയറിനെ ഞാൻ ഇതിനകത്തേക്ക് റിസീവ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവം തുറന്നു തന്ന പുതിയ അഗ്നിമയമായ ശുശ്രൂഷയ്ക്ക് ഞാൻ ഈ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സാത്താന് നിൽക്കാനോ നോക്കാനോ കഴിയാത്ത അഗ്നി ഈ തീയതി മുതൽ ഈ രണ്ട് പ്ലാറ്റ്ഫോമുകൾക്കകത്തും കത്തി നിൽക്കട്ടെ. ഞാൻ പറയുന്നു വ്യൂവേഴ്സിനോട്, ഞാൻ പറയുന്നു, നിങ്ങൾ ലൈവ് മീറ്റിംഗ് ആണോ അറ്റൻഡ് ചെയ്യുന്നത്, ലൈവിന് ശേഷമുള്ള മീറ്റിംഗ് ആണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്, നിങ്ങൾ ഇപ്പൊ ലൈവായിട്ട് ഈ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ കർത്താവ് ഇതിനകത്തൊരു ഓപ്പണിംഗ് ഇടുകയാണ്. നിങ്ങൾ റെക്കോർഡിങ്ങിന് ശേഷമാണോ കാണുന്നത്, നിങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ലൈവിലാണോ കണ്ടുകൊണ്ടിരിക്കുന്ന, ശേഷമാണോ കാണുന്നത്, എപ്പോഴാണെങ്കിലും ഈ തീക്ക് നിങ്ങളിൽ ചെയ്യാനുള്ളത് പരിശുദ്ധാത്മാവ് ചെയ്യും. ആ തലത്തിലുള്ള ഒരു പ്രത്യേക അന്തരീക്ഷം തുറന്നിടുകയാണ് പരിശുദ്ധാത്മാവ് ഇതിനകത്ത്. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ മീറ്റിംഗ്സ് ഷെയർ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ അത് പിന്നീടല്ല, ഇപ്പൊ ചെയ്യുന്നതാണ് നല്ലത്. കാരണം അതുപോലത്തെ ഒരു പ്രസൻസ് ഞാൻ ഇതിനകത്ത് അനുഭവിക്കുന്നുണ്ട്, അതുപോലത്തെ ഒരു സാന്നിധ്യം ഞാൻ ഇതിനകത്ത് അനുഭവിക്കുന്നുണ്ട്. ആമേൻ. വേഗത്തിൽ എനിക്ക് ഇന്ന് എത്ര മണി വരെ മീറ്റിംഗ് പോകുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും പരമാവധി നേരത്തെ ഞാൻ മീറ്റിംഗ് നിർത്താൻ മാനുഷിക ബുദ്ധിയിൽ ഞാൻ ശ്രമിക്കും. ബാക്കി ഞാൻ പൂർണ്ണമായിട്ട് ആത്മാവിന് വിട്ടുകൊടുത്തിട്ടുള്ള ശുശ്രൂഷകളായിരിക്കും ഇന്നത്തെ ശുശ്രൂഷ. കാരണം ദൈവത്തിന്റെ അഗ്നി എന്ന് പറഞ്ഞാൽ അതാർക്കും പ്രസംഗിച്ചു തീർക്കാനോ പഠിപ്പിച്ചു തീർക്കാനോ ഒന്നും പറ്റുന്നതല്ല. അത് പഠിക്കാൻ പറ്റുന്ന ഒന്നുമല്ല ദൈവത്തിന്റെ അഗ്നി എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു അഭിഷിക്തൻ ദൈവത്തിന്റെ തീയെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രസംഗം കേൾക്കുമ്പോൾ ശരീരത്തെ തൊടുന്നു, ആ പ്രസംഗത്തിലെ വാക്കുകൾ ശരീരത്തെ തൊടുന്നു എന്നുണ്ടെങ്കിൽ അയാൾ പുസ്തകം വായിച്ച് പഠിച്ചിട്ട് പറയുന്നതല്ല, അയാളത് ദൈവസന്നിധിയിലിരുന്ന് ആത്മാവിൽ പ്രാപിച്ചു പറയുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ ആത്മാവിനെ തൊടുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. അത്രയും മാത്രം നിങ്ങളിപ്പോൾ അറിയുക. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നിന്ന് തുടങ്ങുക. എവിടെ നിൽക്കുന്നു അറിഞ്ഞൂടാ. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കാം. അവിടെ
ഞാൻ 1-ാമത്തെ വാക്യം മുതൽ വായിക്കാം. മോശെ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. എരിയുന്ന തീയുടെ നടുവിൽ നിന്ന് മോശ എന്ന് പറയുന്ന സാധാരണ മനുഷ്യൻ ദൈവത്തിൻ്റെ ആദ്യത്തെ ഒരു എൻകൗണ്ടർ കാണുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എൻകൗണ്ടർ എന്താണ്? ഇതുപോലത്തെ തീയുടെ അനുഭവങ്ങളാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം ദൈവവുമായിട്ടുള്ളൊരു കൂട്ടിമുട്ടലിന്റെ സന്ദർഭം എന്താണ്? അത് ഇതുപോലത്തെ ഒരു കൂടിക്കാഴ്ചയുടെ അനുഭവങ്ങളാണെങ്കിൽ, നിങ്ങൾ ആദ്യമായി ദൈവത്തെ അറിഞ്ഞ സമയത്തുണ്ടായിരുന്ന ആ ദൈവ സാന്നിധ്യത്തെയും ശക്തിയെയും പറഞ്ഞു കേട്ടതിനേക്കാൾ അപ്പുറമായി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു അനുഭവമാണ് എങ്കിൽ, മോശയ്ക്കുണ്ടായ അതേ വികാരം തന്നെ നിങ്ങൾക്കും ഉണ്ടാവും. മോസസ് ഇപ്പോൾ ഈ തീ കാണുന്നതിന് മുൻപേ ഒരാട്ടിടയൻ എന്ന് വേണമെങ്കിൽ പറയാം, അമ്മായിയപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സാധാരണ മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ കൂട്ടിമുട്ടലിന് ശേഷം, ഈ എരിയുന്ന തീയുമായിട്ടുള്ള എൻകൗണ്ടറിന് ശേഷം, പിന്നെ മോശ എന്ന മനുഷ്യനെ നമ്മൾ ആരും ആടുകളെ മേയ്ക്കുന്ന വ്യക്തിയായിട്ടല്ല പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ കൂട്ടിമുട്ടലിന് ശേഷം, ഈ എരിയുന്ന തീ ഒന്ന് കാണാൻ കഴിഞ്ഞതിന് ശേഷം, മറ്റാർക്കും കാണാൻ കഴിയാത്ത, മറ്റാർക്കും അടുത്തേക്ക് ചെല്ലാൻ അനുവാദം കിട്ടാത്ത, മറ്റാരോടും സംസാരിക്കാത്ത ഈ തീ, മറ്റാർക്കും ദൈവം വെളിപ്പെടുത്തി കൊടുക്കാത്ത ഈ തീ ആ പട്ടണത്തിൽ, ആ ഹോറേബ് എന്ന് പറയുന്ന പർവ്വത നിരകളിൽ മറ്റു പല ആട്ടിടയന്മാരും ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന അതേ സമയം മറ്റാർക്കും ദൈവം കാണിച്ചു കൊടുക്കാത്ത, മറ്റാരും കാണണമെന്ന് ദൈവം പോലും ആഗ്രഹിക്കാത്ത ഈ തീ മോസസിന്റെ കണ്ണുകളിലേക്ക് പെട്ടതാണ്. അദ്ദേഹത്തിലെ അസാധാരണ മനുഷ്യനെയും, അദ്ദേഹത്തിലെ അധികാരമുള്ളവനെയും, അദ്ദേഹത്തിലെ ശുശ്രൂഷകനെയും, അദ്ദേഹത്തിലെ ലീഡറെയും പുറത്തേക്ക് വിളിച്ചത്. നിന്റെ ജീവിതത്തിൽ ദൈവം കാണിക്കുന്ന തീയല്ല, നിന്നെ ദഹിപ്പിക്കാനും കത്തിക്കാനുമുള്ള തീയല്ല. നിങ്ങളുടെ കണ്ണിൻ മുന്നിൽ നിങ്ങൾ കാണുന്ന എരിയുന്ന സംഭവങ്ങളൊന്നും നിങ്ങളെ എരിക്കാനുള്ളതല്ല. ഇന്ന് നിന്റെ കണ്ണുകൊണ്ട് നീ എരിയുന്ന അനുഭവങ്ങൾ കാണുന്നുവെങ്കിൽ, നാളെ നിന്റെ മിനിസ്ട്രിയിൽ, പ്രാർത്ഥനയിൽ പലതും എരിഞ്ഞു പോകാനുള്ള തീയാണ് ഇന്ന് നിന്റെ കണ്ണുകളിൽ, നിന്റെ അനുഭവത്തിൽ ദൈവം താങ്കളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ആ എരിയുന്ന തീയിലേക്ക്, എന്തോ പ്രത്യേകതയുള്ള തീയിലേക്ക് നോക്കാൻ തൻ്റെ കണ്ണുകളെ അലൈൻ ചെയ്തെടുത്താണ്, തൻ്റെ കണ്ണുകളെ അറേഞ്ച് ചെയ്തെടുത്താണ്, തൻ്റെ കണ്ണുകളെ കൂർപ്പിച്ചെടുത്താണ്, തൻ്റെ കണ്ണുകളെ ചിട്ടപ്പെടുത്തിയ ഇടത്താണ് അദ്ദേഹം ദൈവത്തെ കാണാൻ ആ കണ്ണുകളെ ദൈവം അനോയിന്റ് ചെയ്തത്. ആദ്യം തീയാണ്, എരിയുന്ന തീയാണ് മോശയുടെ കണ്ണുകളിൽ കണ്ടത് എങ്കിൽ, പിന്നെ ആ കണ്ണുകൾ മോശയെ വല്ലാതെ പ്രലോഭിപ്പിച്ചു. എനിക്ക് എരിയുന്ന തീ കാണിച്ച ദൈവത്തെ കാണണം. നിന്റെ ഉള്ളിലെ ദാഹങ്ങളെ എഴുന്നേൽപ്പിക്കുന്നത് ഇതുപോലുള്ള ചില കൂട്ടിമുട്ടലുകളാണ് സുഹൃത്തെ. നിങ്ങളുടെ ഉള്ളിലത്തെ കൃപയുള്ള മനുഷ്യനെ എഴുന്നേൽപ്പിക്കുന്നത് ഇതുപോലുള്ള കൂട്ടിമുട്ടലുകളാണ്. നിങ്ങളുടെ ഉള്ളിലത്തെ ദൈവസ്നേഹിയെ, അനുസരണമുള്ള മനുഷ്യനെ, കൃപയുള്ള മനുഷ്യനെ, ശക്തനെ എഴുന്നേൽപ്പിക്കുന്നത് ഇതുപോലെയുള്ള കൂട്ടിമുട്ടലുകളാണ്.
അങ്ങനെ ഒരു കാഴ്ച കണ്ണിലേക്ക് കാണിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ സമർപ്പിക്കുന്ന നിന്റെ കണ്ണുകൾ, തകർച്ച കണ്ട നിന്റെ കണ്ണുകൾ, ആമേൻ, പരാജയങ്ങൾ കണ്ട താങ്കളുടെ കണ്ണുകൾ, എപ്പോഴും നിറഞ്ഞൊഴുകിയിരുന്ന വേദന കൊണ്ട് നിറഞ്ഞൊഴുകിയിരുന്ന താങ്കളുടെ കണ്ണുകൾ, മോസസ് കണ്ടതുപോലെ ഹോറേബ് എന്ന് പറയുന്ന പർവ്വതത്തിൽ കത്തിയ തീ നിന്റെ കണ്ണിൽ കാണാതിരുന്നുകൂടാ, നിന്റെ കണ്ണുകളെ ദൈവത്തിന് കാണിക്കാതെയും ഇരുന്നുകൂടാ. ഇന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ കണ്ണ് അടച്ചിരിക്കുമ്പോൾ തന്നെ ഒരു തീ നിന്റെ കണ്ണിന്റെ മുമ്പിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് പാസ് ചെയ്യിക്കും. എത്ര കൊച്ചു കുഞ്ഞിന്റെ കണ്ണിന്റെ മുമ്പിലും കർത്താവ് ദൈവത്തിന്റെ തീ കാണിക്കൂ എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത. എത്ര കൊച്ചു കുഞ്ഞിന്റെ കണ്ണിലും അവന് തീ എന്താണെന്നോ അവന് ഹോളി സ്പിരിറ്റ് എന്താണെന്നോ അറിയണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ആർക്കെങ്കിലും തർക്കിക്കാനുണ്ടെങ്കിൽ തർക്കിക്കാം, കാരണം അനുഭവിച്ചവനാ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഹോളി സ്പിരിറ്റ് എന്തുവാ, തീ എന്തുവാ, പരിശുദ്ധാത്മാവൻ, തീ എന്ന് പറയുന്ന സാധനം ബൈബിളിലുണ്ടെന്ന് പോലും എനിക്കറിയാത്ത കാലഘട്ടം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 7ാം ക്ലാസ്സിലോ എന്തോ പഠിക്കുന്ന ഒരു സമയമാണെന്നാണ് എൻ്റെ ഓർമ്മ. 7ാം ക്ലാസ് ആവണം. അതെ, ആ സമയത്ത് ഞാൻ കർത്താവിൻ്റെ സന്നിധി എന്ന് ഉദ്ദേശിച്ച എന്താ, ഞാനിരുന്ന് വെറുതെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കൂടെ എന്തോ ഒരു സാധനം, മിന്നാമിനിങ്ങൊന്നും പറയാനൊക്കത്തില്ല, കാരണം ഞാൻ പേടിച്ച് പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുമില്ല. എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കൂടെ എന്തോ ഒരു ഗോളം, ഒരു തീ, ഇപ്പം ഇന്നത്തെ എൻ്റെ ഓർമ്മയിൽ പറയുവാണെങ്കിൽ ഒരു തീപ്പന്തം ഭുമ്മെന്ന് പറഞ്ഞ് പാസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അമ്മേ എന്ന് പറഞ്ഞാൽ ചാടി വീണ് എഴുന്നേറ്റ് ഡോറും തുറന്ന് ഞാൻ ചാടി പുറത്തിറങ്ങി. ഞാൻ പിന്നെ കൂട്ടുകാരുടെ കൂടെ കളിക്കാനങ്ങ് പോയി. ഞാനങ്ങ് മറന്നു പിന്നെ ആ കാര്യം. പക്ഷെ ഞാൻ പേടിച്ചു പോയി. കുഞ്ഞെ, നിന്നെ പഠിപ്പിക്കാൻ ദൈവത്തിന് തിയോളജി കഴിയണമെന്നില്ല, MD എടുക്കണമെന്നില്ല, ഡോക്ടറേറ്റ് എടുക്കണമെന്നില്ല. കർത്താവ് ഇതുപോലെ പല കാര്യങ്ങൾ എന്തുവാന്നറിയാത്ത, ഇതെന്തുവാ ഈ കത്തുന്നതെന്ന് അറിയാൻ വേണ്ടി അറിയാനുള്ളൊരു ദാഹം കൊണ്ട് പോയ മനുഷ്യനാ മോസസ്. പിന്നെ പുറപ്പാട് പുസ്തകം, ആവർത്തന പുസ്തകം അങ്ങോട്ടേക്ക് നീളുന്ന സമയത്ത് പിന്നെ മോസസിനെ വിവരിക്കുന്ന രീതികൾ വേറെയാ. ദൈവം നിന്റെ കണ്ണിലൊരു തീ കാണിച്ചാൽ, ദൈവം നിന്റെ ഉള്ളിലൊരു തീ ഇട്ടാൽ, നിങ്ങളുടെ ഉള്ളിൽ ദൈവം എന്തെങ്കിലും ജ്വലിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്നിട്ടാൽ, അതിനകത്ത് പരിശുദ്ധാത്മാവിന് വ്യക്തമായി ചില കാര്യം താങ്കളെ ധരിപ്പിക്കാനുണ്ട്. താങ്കൾ കണ്ട തീക്കകത്തുനിന്നൊരു വലിയ ജീവിതം നിനക്ക് ജീവിക്കാനുണ്ട്. ഹല്ലേലൂയ. വെറുതെ ഒന്നും ആരും തീക്കകത്ത് വന്ന് പെടത്തില്ല കേട്ടോ. സഹോദരി, വെറുതെ നീ തീക്കകത്ത് വന്ന് പെടത്തില്ല. വെറുതെ ഒന്നും ഈ തീ ഉള്ളിടത്ത് വന്ന് ചാടത്തില്ല. തീ കണ്ടിട്ടുണ്ടോ? നീ ആടിനെ മേയ്ക്കാൻ ഇറങ്ങിയപ്പോഴായിരിക്കും തീ കണ്ടത്. നിങ്ങൾ കിച്ചണിലൊരു ചായ ഇടാൻ കയറിയപ്പോഴായിരിക്കും ഈ തീയെക്കുറിച്ച് കേൾക്കുന്നത്. നിങ്ങൾ വീട്ടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ തീയെക്കുറിച്ച് കേൾക്കുന്നത്. വെറുതെ വന്ന് ചാടത്തില്ല എന്നാ ഞാൻ പറയുന്നതിന്റെ സാരം. വെറുതെ വന്ന് ചാടത്തില്ല. ഈ തീ ആരുടെയൊക്കെ മേൽ പടർന്നു പിടിക്കാനുള്ള തീയാണ്. ഈ തീ ആരെയൊക്കെയോ കത്തിക്കാനുള്ള തീയാണ്. ഈ തീ ആരെയൊക്കെയോ ദൈവത്തെ കാണാൻ തക്കവണ്ണം ശുദ്ധമുള്ള കണ്ണുകളെ വാർത്തെടുക്കുവാനുള്ള തീയാണ്. എരിയുന്ന തീയിലേക്ക് നോക്കിയ മോസസ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം, അതിന്റെ 1 മുതൽ ഒന്ന് വായിച്ചേ. എല്ലാവരും ബൈബിൾ എടുത്ത്, ബൈബിൾ ഉണ്ടോ? ബൈബിൾ ഉള്ളവരെല്ലാം ഒന്ന് ബൈബിൾ എടുത്ത്. ഇന്നത്തെ മെസ്സേജ് ഇന്നത്തെ ഈ മെസ്സേജിനകത്ത് എന്തോ പ്രത്യേകത ഉള്ളതായിട്ട് ഞാൻ തോന്നുന്നു. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമുകൾക്കകം നിറയുന്ന ഒരു സാന്നിധ്യം ഞാൻ ഇതിനകത്ത് അനുഭവിക്കുക. കാര്യം, ഇതിനകത്ത് ഭയങ്കര വലിയ സംഭവങ്ങളൊന്നും നമ്മൾ ഇന്ന് സംസാരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന സബ്ജക്റ്റിന്റെ പ്രത്യേകതയാണത്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു.
അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. മൈ ഗാഡ്. അപ്പോൾ സറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അത് എന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതു നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നീ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു വ്യക്തിയെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും, ഒരു വ്യക്തിയെ പാപത്തിന്റെ വാസനയിൽ നിന്നും, ഒരു വ്യക്തിയെ അകൃത്യ ഭാരത്തിൽ നിന്നും, പാപത്തിന്റെ ചേറ്റിൽ നിന്നും, സകലവിധമായ അശുദ്ധിയിൽ നിന്നും അവനെ ശുദ്ധീകരിച്ചു പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ശക്തിയും വീര്യവും ബലവും അധികാരവുമുള്ള ദൈവത്തിന്റെ തീ, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യെശയ്യാ പ്രവാചകൻ നിലവിളിക്കുക, അയ്യോ എനിക്ക് അയ്യോ കഷ്ടം. അടുത്ത വാക്ക് കേൾക്കണം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. പ്രവാചകൻ പറയുന്ന വാക്ക് കേൾക്കണം, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളൊരു മനുഷ്യൻ. ദൈവത്തിന്റെ തീക്ക് നിങ്ങൾ, ദൈവത്തിന്റെ ഫയറിന് നിങ്ങൾ സാക്ഷിയാകുന്നു എങ്കിൽ ആദ്യം താങ്കളിൽ ഉണ്ടാകുന്ന ഒരു ഭാവവും മനോഭാവവും ഞാൻ പറഞ്ഞു തരാം. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിൽ തന്നെ ഒന്നാം തരം പാപബോധം നിങ്ങളിൽ ഉളവായി വരും. ഞാൻ എന്തോ തികഞ്ഞവനാണെന്നുള്ള അഹങ്കാരവും ധാർഷ്ട്യവുമല്ല. ദൈവത്തിന്റെ തീയോട് അടുത്തടുത്ത് ചെല്ലുമ്പോ നമുക്ക് മനസ്സിലാവും ഞാൻ എന്തോ ഭയങ്കര യോഗ്യതയുള്ള വ്യക്തി. നോ 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 നീ എത്രത്തോളം ദൈവത്തിന്റെ സന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്ന പരമബോധം ഒരു വ്യക്തിയിൽ ഉളവാക്കും ദൈവത്തിന്റെ ഫയറിന്റെ അടുത്ത് ചെന്നാൽ. നിങ്ങൾ ഈ ദൂതന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും, ദൂതന്മാരിൽ വ്യത്യസ്ത കാറ്റഗറീസ് ഉണ്ട്. ഈ പറയുന്ന സെറാഫുകളല്ല, പിന്നെ വേറെയുള്ള കാറ്റഗറിയിലത്തെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന വ്യത്യസ്ത രൂപത്തിലും ആകൃതിയിലുമുള്ള ദൂതന്മാരുണ്ട്. ഏഞ്ചൽസ് ഉണ്ട്, ഗ്ലോറി ഏഞ്ചൽസ് ഉണ്ട്. ആ ദൂതന്മാരെല്ലാവരും ഒരുപോലല്ല. പക്ഷെ ദൂതന്മാർ മനുഷ്യരെ സംബന്ധിച്ച് നോക്കണം, അവർ അതിശക്തന്മാരാണ്, പ്രബലപ്പെട്ടവരാണ്. ദൂതന്മാർക്ക് ദൈവവുമായിട്ട് ഡയറക്റ്റ് ആക്സസ് ആണുള്ളത്. എന്നാൽ ഡയറക്റ്റ് ആക്സസ് ഉള്ള സെറാഫിന് കർത്താവിന്റെ ഗ്ലോറിയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. ഈ പറ്റാത്ത ഇടത്ത അതിന്റെ ചെറിയൊരു വേർഷൻ മോസസിനെ കാണിച്ചത് അത് ഗ്ലോറി എന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഒരു ദൂതൻ കവേർഡ് ആയത് ദൈവത്തിന്റെ സന്നിധിയിലെ ഏതോ ഒരു ചെറിയ അംശത്തിനകത്ത് ആ ദൂതനെ മോസസ് കണ്ടതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പൂർണ്ണമായ ഗ്ലോറിക്കകത്തല്ല ദൂതനെ കണ്ടത്. എന്നാൽ ദൈവത്തിന്റെ ഗ്ലോറി വസിക്കുന്ന സ്ഥലത്ത് ഡയറക്റ്റ് ആക്സസ് ആണ്. ദൈവവുമായിട്ട് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ് ദൂതന്മാർ. പക്ഷേ സെറാഫുകളെ കുറിച്ച് പറയുന്നു, അവർക്ക് ദൈവത്തെ കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. അവർക്ക് അത്രത്തോളം ഗ്ലോറിഫൈങ് ആയിട്ടുള്ള ആ ഗ്ലോറിയുടെ പൂർണ്ണതയിൽ നിൽക്കുന്ന സെറാഫ് അതിന്റെ കണ്ണുമൂടി കാലുമൂടി അവർക്കൊന്നും
ഒന്നും ആ ഗ്ലോറിയിൽ വെളിപ്പെടുത്താൻ പറ്റാത്ത പോലത്തെ ഒരു ഗ്ലോറിയസ് അറ്റ്മോസ്ഫിയറിൽ അവർ നിന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. ആ ഗ്ലോറിയസ് അറ്റ്മോസ്ഫിയറിലേക്ക് നിങ്ങളുടെ ആരാധന ഉയർത്തുന്നതാണ് ദൈവത്തിന്റെ തീ. ആമേൻ. പക്ഷെ ഒരു ഭാഗ്യം ഞാൻ പറയട്ടെ, സെറാഫുകൾ കണ്ണുപൊത്തും. പക്ഷെ മനുഷ്യ, നിനക്ക് ദൈവത്തിന്റെ ഗ്ലോറി കാണണമെന്ന് നീ വാശി പിടിച്ചാൽ, കരഞ്ഞാൽ, കൊതിച്ചാൽ, ഞാൻ പറയുന്നു മരിച്ചാൽ അഴുകിപ്പോകുന്ന ഈ കണ്ണിൽ എൻ്റെ കർത്താവ് ആ ഗ്ലോറി കാണിക്കും. ആമേൻ. ഹല്ലേലൂയ. കാരണം യേശു കർത്താവിന്റെ രക്തം നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ വരുത്തി തന്നു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ. ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോഴാണ് എനിക്ക് എൻ്റെ കുറവുകൾ വെളിപ്പെടുന്നത്. ദൈവത്തിന്റെ തീക്ക് എന്താ പ്രത്യേകത എന്നറിയാവോ? അത് മറഞ്ഞിരിക്കുന്നതിനെ നമ്മുടെ പ്രയറിലേക്ക് വെളിപ്പെടുത്തി കൊണ്ടുവരും, നമ്മുടെ പ്രാർത്ഥനയിലേക്ക് വെളിപ്പെടുത്തി കൊണ്ടുവരും. ദൈവത്തിന്റെ ഫയർ നമ്മുടെ അകത്തേക്ക് നാം പ്രാർത്ഥിച്ച്, നാം ചൂടുപിടിച്ച് നമ്മൾ മേളിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ തീ നമ്മെ എന്ത് ചെയ്യും? ശുദ്ധീകരിച്ച് കർത്താവിനോട് നമ്മെ സമനാക്കി മാറ്റും. നീ എത്രത്തോളം യേശുവിനോട് സമനാകുന്നോ അത്രത്തോളം കരയാനേ തോന്നൂ ദൈവസന്നിധിയിൽ. ഞാൻ വലിയ മെച്ചപ്പെട്ടവൻ, ദൈവം എന്നെ ഉയർന്ന തലങ്ങളിൽ എടുത്തു, ഞാൻ ഭയങ്കര സംഭവമായി മാറി, എൻ്റെ വായിൽ ഗ്ലോറി എന്ന് വന്നു. നോ മോനെ, നോ. നീ എത്രത്തോളം യേശുവിനോട് അടുത്ത് ചെല്ലുവോ, പ്രയറിൽ നമ്മൾ യേശുവിനെ പോലെ ആയി വരുന്നത്. നമ്മൾ എത്രത്തോളം ദൈവത്തിന്റെ അടുത്തേക്ക് അടുത്ത് ചെല്ലുവോ അത്രത്തോളം കരയാനേ പറ്റൂ. കരയുന്നില്ലേ, നമ്മൾ അടുക്കുന്നില്ലെന്ന അർത്ഥം. സങ്കടം വരുന്നില്ലേ, അടുക്കുന്നില്ലെന്ന അർത്ഥം. കർത്താവിന്റെ രക്തം എന്ന് കേൾക്കുമ്പോൾ, യേശുവിന്റെ രക്തം, യേശുവിന്റെ ക്രൂശ് എന്ന് കേൾക്കുമ്പോൾ കോട്ടുവാ വരുന്നോ? ഇവിടെ പറഞ്ഞ പോലെ നശിച്ചു, ആത്മീയ ജീവിതം നശിച്ചു. യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ബോറടിക്കുന്നോ, തലചൊറിയുന്നോ, നഖം കടിക്കാൻ തോന്നുന്നു, നശിച്ചു ആത്മീയ ജീവിതം. നീ ആ തീയുമായിട്ടൊരു ബന്ധമുള്ള വ്യക്തിയാണെങ്കിൽ, ആ ക്രൂസിഫിക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ നിന്റെ ആഘാതവും, നീ യേശുവുമായി ബന്ധമുള്ളൊരു വ്യക്തിയാണ്, നീ തീയും ദൈവത്തിന്റെ തീയുമായി, തീ നിങ്ങളുടെ ജീവിതത്തിൽ ഡെയിലി ശരീരത്തിലേക്കും ദേഹിയിലേക്കും ആത്മാവിലേക്കും പടർന്നു പിടിക്കുന്നെങ്കിൽ, നിങ്ങൾ ആ ബ്ലഡിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ആ ബ്ലഡ് ഇരച്ചു കയറും. മൈറ്റി ഫാദർ, ഇരച്ചു കയറും. ആ നിലയിൽ നിന്നെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് തീ. അല്ലാതെ നമുക്ക് ചാടി തുള്ളാനും കൈയടിക്കാനും മാത്രമുള്ള സാധനം അല്ല തീ. In the name of Jesus. Amen. ബൈബിൾ പറയുന്നു, നോക്കിയേ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ അധരങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ലിപ്പ് അൺക്ലീൻ ആണ് എന്ന ഒരു ബോധ്യം സെറാഫുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വെളിപ്പെട്ടു. ദൈവത്തിന്റെ തീ നമ്മുടെ ലൈഫിലേക്ക് വെളിപ്പെടാൻ നമ്മുടെ വായി, നമ്മുടെ അധരങ്ങൾ വളരെ 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 വലിയൊരു റോള് തന്നെ വഹിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ, നമ്മുടെ അനുഗ്രഹങ്ങൾ തടയപ്പെടാതിരിക്കാൻ നമ്മുടെ വായി, നമ്മുടെ നാവ് വലിയൊരു റോള് വഹിക്കുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ളൊരു മനുഷ്യൻ. മക്കളെ, നമ്മൾ കുളിച്ച് ഡ്രസ്സ് മാറി നല്ല സോപ്പൊക്കെ തേച്ച് നല്ല മണത്തിട്ട് വന്ന ദൈവസന്നിധിയിൽ ഇരുന്നാലും ഗ്ലോറി വെളിപ്പെട്ടപ്പോ ഈ മനുഷ്യൻ കണ്ട ഒരു അൺക്ലീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ലിപ്പായിരുന്നു. പ്രൊഫറ്റാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പ്രൊഫറ്റിനു പോലും അദ്ദേഹത്തിന്റെ കുറവുകൾ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് ദൈവത്തിന്റെ തീ. കാരണം ആ ബോധ്യം അദ്ദേഹത്തിൽ വന്നപ്പോൾ ദൈവം അദ്ദേഹത്തെ തഴഞ്ഞോ? ഇല്ല. ഞാൻ ദൈവസന്നിധിയിൽ നിരപ്പുള്ളവനല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ കർത്താവ് അദ്ദേഹത്തെ ആ തീയിൽ ദഹിപ്പിച്ചോ? ഇല്ല. സാറാഫുകളിൽ ഒരുത്തമെന്ന് അദ്ദേഹത്തെ അടിച്ചോ? ഇല്ല. അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയിൽ നിന്ന് താഴെ പോയോ? ഇല്ല. പക്ഷെ എന്താ ചെയ്തേ? ആ ഒരു പാപബോധം അദ്ദേഹത്തിലേക്ക് ഓപ്പൺ അപ്പായി വന്നപ്പോൾ, ആരാധന വെളിപ്പെട്ട സന്ദർഭത്തിൽ
അദ്ദേഹത്തിൻ്റെ നോക്കിയേ, ഈ നല്ല ആരാധന ഉള്ളിടത്ത് പോകണമെന്ന് പറയുന്നത് എന്തിനാണെന്നറിയാവോ? ഈ നല്ല രീതിയിൽ വചനം പഠിപ്പിക്കുകയും നല്ല രീതിയിൽ ദൈവത്തെ ആരാധിക്കുക, പരിശുദ്ധാത്മാവിന് ഇടം ഉള്ളിടത്ത് ഇടം കൊടുക്കുന്നിടത്ത് പോകണമെന്ന് പറയുന്നത് എന്തിനാണെന്നറിയാവോ? വേറെ ഒന്നിനുമല്ല. നമ്മുടെ കുറവുകൾ നമുക്ക് വെളിപ്പെടും. നമ്മുടെ കുറവുകൾ വെളിപ്പെടാതെ നമ്മൾ ആരാധിക്കുന്നു, നമ്മൾ ആട്ടർ ഫെയിലിയറാണ്. നമ്മുടെ കുറവുകൾ വെളിപ്പെടും, നമ്മുടെ പോരായ്മ വെളിപ്പെടും, നമ്മുടെ ബലഹീനത വെളിപ്പെടും. ഈ വെളിപ്പെട്ട് വന്നാലേ പല കാര്യങ്ങളും പണിയപ്പെടുത്തുള്ളൂ സഹോദരി. ദൈവസന്നിധിയിൽ ഈ ലംഘനങ്ങൾ മറഞ്ഞിരിക്കുന്നത് നന്മ വരാതിരിക്കാനാ. നമ്മുടെ കുറവുകൾ നമ്മളെ വെളിപ്പെടുത്തി തരാതിരിക്കുന്നത് നമ്മൾ ഗതിപിടിക്കാതിരിക്കാനാ. നമ്മളെന്തോ പാതിരാത്രി നമ്മൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ട് എല്ലാം തികഞ്ഞവരാന്ന് തോന്നിക്കുന്നത് നമ്മൾ വകയ്ക്ക് കൊള്ളാത്തവനാക്കി മാറ്റാനാ. പക്ഷേ ശരിയായ രീതിയിൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടാൽ, നിങ്ങളോടുകൂടെ ദൂതന്മാരോട് ചേർന്ന് ആരാധിക്കുമ്പോഴായിരിക്കും നമ്മുടെ കുറവുകൾ വെളിപ്പെടുന്നത്. ഇവിടെ സ്വപ്നം അദ്ദേഹം ആ ദർശനം കണ്ടപ്പോ സറാഫുകൾ കൂടെ ആരാധിക്കുക. സെറാഫുകൾ ആരാധിക്കുന്നത് രണ്ടുകൊണ്ട് മുഖംമൂടി, രണ്ടുകൊണ്ട് പാദമൂടി, രണ്ടുകൊണ്ട് പറന്ന് സെറാഫുകൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ കുറവ് വെളിപ്പെട്ടു. എൻ്റെ അധരങ്ങളാ കൊള്ളാത്തത്, എൻ്റെ വായാ കൊള്ളാത്തത്, എൻ്റെ നാവാ കൊള്ളാത്തത്. ഞാൻ ഇത്രയും കാലം ഞാൻ കർത്താവിനെ ചീറ്റ് ചെയ്യുമായിരുന്നു. അന്യഭാഷ പറഞ്ഞിട്ടും എൻ്റെ വാക്കിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയാത്ത ഞാൻ ദൈവത്തെ ചീറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ ഇത്രയും കാലം പ്രവചിച്ച് ദൈവത്തെ ചീറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ച് ദൈവത്തെ ചീറ്റ് ചെയ്യുമായിരുന്നു. അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. മൈ ഗാഡ്, അദ്ദേഹത്തിന് റിവീലായി, ആരാധനയിൽ റിവീലായി. അതൊരു ഉണർവിന്റെ സൈനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, നമ്മുടെ 21 ഡേയ്സിന്റെ ലാസ്റ്റ് ഡേയിലെ മെസ്സേജിൽ ഞാൻ പറഞ്ഞതുപോലെ, പണ്ടത്തെ സഭ എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. ആരാധന വെളിപ്പെടുമ്പോ പാപം വെളിപ്പെടും, പാപത്തിൽ ഇരിക്കുന്ന വ്യക്തിയുടെ പേര് വെളിപ്പെടും, ഡീറ്റെയിൽസ് വെളിപ്പെടും. മെല്ലെ പോയി കാതിൽ പറയും, രഹസ്യമായിട്ട് ആ കാര്യം ക്ലിയർ ചെയ്യും, ദൈവവുമായിട്ട് ക്ലിയർ ചെയ്യും. ദൈവദാസന് വെളിപ്പെടും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വെളിപ്പെടും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസിസ്റ്റന്റ് പാസ്റ്റർക്ക് വെളിപ്പെടും. നേരെ ചെല്ലും, കാതിൽ പറയും, ഇങ്ങനെ ഒരു കാര്യം ദൈവാത്മ വെളിപ്പെടുത്തുന്നു, സത്യമോ? സത്യം. ദൈവവുമായിട്ട് നിരപ്പാകുക. നോക്കിയേ, ഇതാണ് റിയൽ ആയിട്ടുള്ള റിവൈവ്. ഞാൻ അതൊക്കെ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. സ്നാനമേറ്റതിന് ശേഷം നീ എങ്ങനെ ജീവിക്കണം? വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്, സ്നാനമേറ്റ ഒരു വ്യക്തിയുടെ കുറവ് ദൈവം വെളിപ്പെടുത്തണം. സഭ ബ്ലെസ്സഡ് ആയിരിക്കും. എനിക്ക് സ്നാനമേ വേണ്ട എന്ന് പറയുന്ന വ്യക്തിക്ക് ദൈവം വെളിപ്പെടുത്തണം, ദൈവം സംസാരിക്കണം ആ വ്യക്തിയോട്. അപ്പൊ ആ പ്രശ്നം അവിടെ കറക്റ്റ് ചെയ്യപ്പെടും. പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് ദൈവം വെളിപ്പെടുത്തണം ആരാധനയ്ക്കകത്ത് കാര്യങ്ങൾ, അവിടെ കറക്റ്റാ. സ്തോത്രം കർത്താവെ, സ്തോത്രം. സ്തുതിക്കുന്നു കർത്താവെ. സകല പ്രതികൂലങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. വചനത്തിന് തടസ്സം നിൽക്കുന്ന സകല പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കാൻ ഞങ്ങൾ ഐക്യമത്യത്തോടെ ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ കർത്താവെ. ഞങ്ങൾ ഏക മനസ്സോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനത്തിന് ബന്ധനമില്ലല്ലോ കർത്താവെ. ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുമ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് വെളിപ്പെടുന്ന ഒരു പാപബോധം. ആ പാപബോധത്തിനകത്താണ് ഒരു മനുഷ്യൻ്റെ ബ്ലെസ്സിങ് ഇരിക്കുന്നത്. നമ്മുടെ ലൈഫിലുള്ള കുറവുകൾ നമുക്ക് വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഒരു പാപം അല്ലെങ്കിൽ ഒരു സിൻ അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന ഒരു ലംഘനം നമ്മുടെ ലൈഫിൽ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിച്ചാൽ അവൻ്റെ ലൈഫിൽ ഒരു എൻകൗണ്ടർ കർത്താവ് നൽകിയിരിക്കും. മോശ ഈ ദൈവ സാന്നിധ്യം കണ്ട സമയത്ത് മോശ ഓടിച്ചാടി ആ ദൈവ സാന്നിധ്യം എന്താ, അല്ലെങ്കിൽ ആ തീ എന്താ, ദാറ്റ്സ് ഓൾ. ആ തീ എന്താന്ന് ഒന്ന് അടുത്ത് ചെന്ന് കാണാൻ വേണ്ടി പോയ ഉടൻ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം തനിക്ക് വെളിപ്പെടുത്തി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു ഗ്ലോറിക്കകത്ത് നിന്നൊരു ശബ്ദം ഇതാണ്, മോശ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, ആകയാൽ ചെരുപ്പ്
അഴിച്ചു കളക. നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഓടിയിട്ട് നേരെ വന്ന് എങ്ങനെയെങ്കിലും കയറിയിരുന്ന് എന്തെങ്കിലും വിളിച്ചു പറയാനോ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാനോ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ജൽപ്പനം ചെയ്യാനോ ഉള്ളൊരു സ്ഥലമല്ല ദൈവത്തിൻ്റെ സന്നിധി. ദൈവത്തിൻ്റെ തീ ദൈവം നിങ്ങളെ അണിയിക്കണോ, ദൈവത്തിൻ്റെ തീയുടെ വക്താക്കളാക്കി വാഹകരാക്കി കർത്താവ് ഒരു വ്യക്തിയെ മാറ്റണോ, നമ്മൾ ദൈവത്തിനും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനും നമ്മൾ ഇരിക്കുന്ന ആ സ്ഥലത്തിനും നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇടത്തിന് നമ്മൾ അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കണം. അതിൻ്റേതായ ഒരു വില, ഒരു വിശുദ്ധി, ഒരു മാനം നമ്മൾ കൽപ്പിക്കണം. നമ്മൾ ഇരിക്കുന്ന സ്ഥലം നമ്മളെ അനുഗ്രഹ സമ്പൂർണമാക്കി മാറ്റണമെങ്കിൽ നമ്മൾ ആ ഇടത്തിന്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്ന ഇടത്തിന് അതേ മാനം നമ്മൾ കൽപ്പിക്കണം. നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ ആ തീയുടെ ഒരു വാഹകരാക്കി തന്നെ വരും. അപ്പോൾ സെറാഫുകളിൽ ഒരുത്തൻ, എപ്പോഴാ സെറാഫുകളിൽ ഒരുത്തൻ? ദൂതൻ, ദൈവത്തിൻ്റെ ഏഞ്ചൽ പോലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറായത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ തൻ്റെ കുറവ് താൻ വെളിപ്പെട്ട് കിട്ടിയ, അല്ലെങ്കിൽ തൻ്റെ കുറവ് താൻ റിയലൈസ് ചെയ്തപ്പോഴാണ്. നമ്മൾ എവിടെയാ ദൈവമക്കളെ വീണുപോയേ? നമ്മൾ എവിടെയാ വീണുപോയത്? നമ്മൾ എവിടെയാ കുറഞ്ഞു പോയി? എവിടെയാ നമ്മുടെ തീ കെട്ടുപോയത്? ഏത് മേഖലയിലാണ് നമ്മുടെ തീക്ക് വേണ്ടത്ര ഒരു ശോഭ വരാതിരിക്കുന്നത്? ഇന്ന് തിരിച്ചറിയുക. ദൈവത്തോട് ചോദിക്കുക, അപ്പാ ഞാൻ എവിടെയാ വീണുപോയത്? ഞാൻ വീണുപോയ ഇടം എനിക്കൊന്ന് വെളിപ്പെടുത്തണം. എൻ്റെ കുറവ് എന്താണെന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്തണമേ. എനിക്ക് ആ തീക്കകത്ത് കത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. സെറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മനുഷ്യന്റെ ആരാധനയിൽ എന്തോ കുറവ് വന്നുപോയി. നിങ്ങൾ എൻ്റെ അങ്ങനെ ഒന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. കാരണം ദൂതന്മാർ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ആരാധിച്ചു കൊണ്ടിരുന്നവനല്ല എന്ന് പ്രവാചകന് ബോധ്യമായി. ദൂതന്മാർ ദൈവത്തെ പ്രൈസ് ചെയ്യുന്ന കണ്ടപ്പോൾ, അവരുടെ വോഷിപ്പ് കണ്ടപ്പോൾ എൻ്റെ ആരാധനയിൽ ഈ പ്രസൻസ് വെളിപ്പെടുന്നില്ലെന്ന് മനസ്സിലായി. അതെ, എവിടെയൊക്കെയോ ദൈവ സാന്നിധ്യത്തിൻ്റെ ഉയർന്ന തലങ്ങൾ വെളിപ്പെട്ട് കാണുമ്പോഴല്ലേ ഇങ്ങനെ ഒരു ജീവിതം എനിക്കുമുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ആരാധന എനിക്കുമുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കൊതിയും ഇങ്ങനെ ഒരു പ്രസൻസും ഒക്കെ ഞാനും അനുഭവിച്ചിരുന്നു. ഞാൻ എവിടെയൊക്കെയോ കുറഞ്ഞുപോയി, എവിടെയൊക്കെയോ എൻ്റെ കത്തിക്കൊണ്ടിരുന്ന തീ അണഞ്ഞുപോയി, എവിടെയൊക്കെയോ വീഴ്ച സംഭവിച്ചു എന്ന് ബോധ്യം വരുന്നത് അത് നന്മയ്ക്കാണ്, അത് നന്മയ്ക്കാണ്, അത് നല്ലതിനാണ്. നിന്നെ ആദ്യമുണ്ടായിരുന്ന അവസ്ഥയിൽ വീണ്ടും കൊണ്ടെത്തിക്കാനല്ല, ആദ്യമുണ്ടായിരുന്നതിനേക്കാളും അടുത്ത ഒരു തലത്തിലേക്ക് നിന്നെ കത്തിച്ച് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് യെശയ്യാ പ്രവാചകന്റെ അധരത്തിലേക്ക് ഒരു സെറാഫുകളിൽ ഒരു സെറാഫ് വന്ന് കൊടിൽ കൊണ്ട് ആ തീക്കനൽ എടുത്ത് അദ്ദേഹത്തിന്റെ അധരത്തെ തൊടുവിച്ചതുപോലെ ഇന്ന് പ്രാർത്ഥന അറ്റുപോയ ചില അധരങ്ങളെ ദൈവം തൊടുന്നു. ആമേൻ. ആരാധന അറ്റുപോയ ചില കുടുംബങ്ങളെ ദൈവം തൊടുന്നു. ദൈവത്തെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ചില വ്യക്തികൾക്ക് ഇന്ന് പാടാനോ പ്രാർത്ഥിക്കാനോ കഴിയാത്ത അവസ്ഥയെ ദൈവം തൊടുന്നു. ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ കഴിയാത്ത അവസ്ഥയെ ദൈവം തൊടുന്നു. നിന്റെ കുറവുകളെ ദൈവം പരിഹരിക്കുന്നു. ആമേൻ. സെറാഫുകളിൽ ഒരു വ്യക്തി, ഒരു സെറാഫ് വന്ന് പ്രവാചകന്റെ അധരത്തിൽ തൊടുകയാണ്. ഞാനൊരു ദൂതും കൂടെ എനിക്ക് ഇതിനകത്ത് പറയാൻ ദൈവാത്മ ഒരു പ്രേരണ തരുന്നു. സഹോദരൻ, നിന്റെ വായ് പ്രവചിച്ചു കൊണ്ടിരുന്ന വായായിരുന്നുവെങ്കിൽ, സഹോദര നീ ദൈവത്തിന് കഴിയുന്നത് പോലെ എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ, നീ ഒരു നല്ല സുവിശേഷകനായിരുന്നുവെങ്കിൽ, നീ ഒരു ട്രാക്ട് കൊടുക്കുന്ന വ്യക്തിയായിരുന്നുവെങ്കിൽ, നീ അനേകരോട് സുവിശേഷം പറഞ്ഞ് അനേകരുടെ വീടുകളിൽ ചെന്ന് പ്രാർത്ഥിച്ച് ഹോസ്പിറ്റൽ മിനിസ്ട്രി ചെയ്ത് ജയിൽ മിനിസ്ട്രി ചെയ്ത് നീ സഞ്ചാര സുവിശേഷകനായിരുന്നു കൊണ്ട് നിനക്ക് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ, എന്നാൽ ഇന്ന് എവിടെയൊക്കെയോ എന്തൊക്കെയോ കൈമോശം വന്നതുപോലെ, നഷ്ടം വന്നതുപോലെ എവിടെയൊക്കെയോ ചില ബ്ലോക്കുകൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണ് നീ എങ്കിൽ, ഇന്ന് ഈ വചനം നിന്റെ അകത്ത് തീ പോലെ കത്തുകയാണ്. നിനക്കൊരു റിസ്റ്റോറേഷൻ തരാൻ ദൈവത്തിന്റെ ആത്മാവിന് ആഗ്രഹമുണ്ട്. തന്റെ കുറവുകൾ വെളിപ്പെട്ട സന്ദർഭത്തിൽ സെറാഫുകളിൽ ഒരു സെറാഫ് വന്ന് പറന്നു ചെന്ന് കൊടിൽ കൊണ്ട് ഒരു തീ കണലെടുത്ത് ആ മനുഷ്യന്റെ അധരത്തിൽ തൊട്ട് ഒരു റിസ്റ്റോറേഷൻ വരുത്തി. ഒരു റിസ്റ്റോറേഷൻ വരുത്തി തന്റെ ലൈഫിനെ പുതുക്കി പണിതതുപോലെ. കർത്താവ് എന്നോട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി ദൈവാത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിൽ താളപ്പിഴ സംഭവിച്ച അനുഭവങ്ങളെ ദൈവത്തിന്റെ ദൂതൻ ഇന്ന് തൊടുകയാണ്. ദൈവത്തിന്റെ ഈ തീക്കകത്ത് നിന്ന് ഒരു തീ വേണ്ട,
തീ കത്തിയ ഒരു കനലും മതി നിന്റെ പ്രശ്നപരിഹാരത്തിനായി. തീ കത്തിയ ഒരു കനലും മതി നിന്റെ പ്രശ്നപരിഹാരത്തിനായി. വിശ്വസിക്കുന്നവരുടെ അരികിലേക്ക് മനുഷ്യൻ പറന്നു വന്നില്ലെങ്കിലും പറന്നു വരുന്ന സെറാഫുകളെ ദൈവാത്മാവിൽ നയിക്കാൻ വിശ്വസ്തനാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തോ ഈ മെസ്സേജ്? നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്തോ? ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ദൂതൻ വന്നു, സറാഫുകളിൽ ഒരു വ്യക്തി വന്നു. എല്ലാ കാര്യങ്ങളും സറാഫ് അല്ല ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഒരു ദൂതൻ മാത്രമല്ല, ആർക്കേഞ്ചൽസ് മാത്രമല്ല ചെയ്യുന്നത്. പല വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. ശുദ്ധീകരിക്കുന്ന അഗ്നി നമ്മെ വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആരാധന കൊതിയന്മാരാക്കിയും ആരാധന പാടവമുള്ളവരാക്കിയും അഭിഷേകമുള്ളവരാക്കിയും വീണ്ടും അതിശക്തരായ മിനിസ്റ്റേഴ്സ് ആക്കി മാറ്റുന്നു. അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ കൊണ്ട് ദൈവത്തെ ആരാധിച്ചു എന്ന് പറഞ്ഞപ്പോ ആമേൻ, ഒരു സെറാഫ് വന്ന് ആ കൊടിലെ തീ കൊണ്ട് അധരത്തിൽ തൊട്ട് അതെന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ, ലിസൺ മീ, അധരങ്ങളെ തൊടാൻ അനുവദിക്കണം. കേട്ടു പോവല്ല്, പ്രാർത്ഥിച്ചു പോവല്ല്, കണ്ടു പോവരുത്, പ്രാർത്ഥിപ്പിച്ചു പോവരുത്. അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഒരു സ്പർശനം, ഒരു സ്പർശനം ദൈവത്തിങ്കിൽ നിന്ന് അനുഭവിക്കണം. ഒരു സ്പർശനം ദൈവത്തിൽ നിന്ന് അനുഭവിക്കണം. ഒരു സ്പർശനം ദൈവത്തിൽ നിന്ന് അനുഭവിക്കണം. അവിടെയാ കാര്യങ്ങൾക്ക് വ്യത്യാസം വരുന്നത്. Praise to Jesus. Hallelujah. ഒരു സ്പർശനം അനുഭവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ തീയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ തീയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എനിക്ക് ഒത്തിരി പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ ഈ സങ്കീർത്തനങ്ങളുടെ പുസ്തകം കൂടെ വായിച്ച് ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോകും. ഇന്ന് ഇച്ചിരി സമയം വെറുതെ പോയി. ആമേൻ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 104 സങ്കീർത്തനങ്ങൾ 104 സങ്കീർത്തനം 104 അതിൻ്റെ 3-ാമത്തെ വാക്യം മുതലൊന്ന് വായിച്ചേ. അവൻ തന്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു, മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിൽ മേൽ സഞ്ചരിക്കുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. അഗ്നിജ്വാലയെ ശുശ്രൂഷകന്മാരാക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് അഗ്നിജ്വാല തന്റെ ശുശ്രൂഷകരായിരിക്കും എപ്പോഴും. ഓർത്തോ? ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ല ആക്ച്വലി തീ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല തീ ഇറങ്ങുന്നത്. എപ്പോഴും ഇസ്രായേലിന്റെ നടുവിൽ ദൈവത്തിന്റെ തീ മഹത്വമായി നിന്നതുപോലെ എപ്പോഴും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദൈവഭക്തന് ചുറ്റും അഗ്നി തന്റെ ശുശ്രൂഷകന്മാരായിരിക്കും. കാരണം ദൈവത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവർ ദൈവത്തിനുള്ളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഒന്നും കൂടെ, ദൈവത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവർ, ഇവിടെ ഇപ്പൊ പറയുന്നുണ്ട്, അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിന്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. അടിസ്ഥാനമുള്ളവരാക്കി ദൈവം നമ്മളെ മാറ്റും. നിങ്ങൾ ഭൂമിയിലെ വക്താക്കളാണ്, നിങ്ങൾ ഭൂമിയിലെ ജനറൽസ് ആണ്, നിങ്ങൾ ഭൂമിയിലത്തെ ശുശ്രൂഷകന്മാരാണെങ്കിൽ ദൈവം ഭൂമിയെ ഇളകാത്തൊരു അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് പോലെ തന്നെ ദൈവം നിന്റെ മേലിട്ടിരിക്കുന്ന മിനിസ്ട്രി ആകട്ടെ, കൃപയാകട്ടെ, വരമാകട്ടെ, ഗിഫ്റ്റുകളാകട്ടെ, ഇതെല്ലാം ദൈവം ഒരു ഉറപ്പുള്ള ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേലെ ഇട്ടിരിക്കുന്നത്. നിങ്ങളായിരിക്കുന്ന സഭയാകട്ടെ, നിങ്ങളായിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം ആകട്ടെ, ഇതൊന്നും ഇളകിപ്പോകാത്ത ഒരു അടിസ്ഥാനത്തിന്റെ മേലെ ഇട്ടേക്കുന്നത്, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേലെ ഇട്ടേക്കുന്നത്. പറഞ്ഞേ, നിങ്ങളുടെ വായി കൊണ്ട് പറഞ്ഞേ, ഞാൻ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേൽ നിൽക്കുന്ന വ്യക്തിയാ. നിങ്ങളുടെ തന്നെ അകത്തുനിന്നൊരു ബലം വരും. ഞാൻ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേൽ നിൽക്കുന്ന വ്യക്തിയാ. ഞാൻ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേൽ നിൽക്കുന്ന വ്യക്തിയാ. യെസ്, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേൽ നിൽക്കുന്ന വ്യക്തിക്ക് ക്രിസ്തു
മുത്തുവിന് പിതാവ് എന്തെല്ലാം പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നോ അതെല്ലാം അവർക്ക് കൊടുക്കും. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്, യേശുവിൻ്റെ സ്വർഗാരോഹണ ശേഷം അതിനപ്പുറവും നമുക്ക് കർത്താവ് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഒബ്വിയസ്ലി തരുന്നുണ്ട്. കാരണം വചനം പറയുന്നു, കാറ്റിനെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കി തീർക്കുന്നു. നമുക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു അഗ്നിയുണ്ട്. നമുക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു അഗ്നിയുണ്ട്. ഗേഹസിയുടെ കണ്ണ് തുറന്നു കിട്ടിയപ്പോ ഗേഹസി കണ്ടതാ തൻ്റെ ലീഡർക്ക് ദൈവം കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ കവറേജ് എന്താന്നുള്ളത്. അദ്ദേഹം ഇൻഷുറൻസ് എടുത്തിട്ട് ഇൻഷുറൻസിന്റെ പരിരക്ഷയിൽ ജീവിക്കുന്ന വ്യക്തിയല്ല. അദ്ദേഹം ഗ്ലോറിയുടെ അദ്ദേഹം തേജസ്സിന്റെ പരിരക്ഷയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഗേഹസിക്ക് ബാല്യക്കാരന് കാര്യം പിടികിട്ടി. ഹല്ലേലൂയ. സഹോദര സഹോദരി, നിങ്ങളായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇൻഷുറൻസിന്റെ പരിരക്ഷയിൽ ജീവിക്കുന്നോ, നിങ്ങൾ മറ്റെന്തെങ്കിലും പരിരക്ഷയിൽ ജീവിക്കുന്നോ, നിങ്ങൾ മറ്റെന്തെങ്കിലും അധികാരത്തിന്റെ ഇതിൽ ജീവിക്കുന്നോ, മറ്റെന്തെങ്കിലും ബെനിഫിറ്റിൽ ജീവിക്കുന്നോ, ഇതൊന്നും അല്ല എൻ്റെ സംസാര വിഷയം. അതല്ല, ഞാനും നിങ്ങളുമായിരിക്കുന്ന ഒരു പ്രത്യേക പരിരക്ഷയിലാണ്. ഞാനും നിങ്ങളുമായിരിക്കുന്ന ഒരു പ്രത്യേക കവറിങ്ങിനകത്താണ്. ഞാനും നിങ്ങളുമായിരിക്കുന്ന അഗ്നിജ്വാല ശുശ്രൂഷകന്മാരായിരിക്കുന്ന ഒരു പ്രത്യേക തലത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ ആ ശുശ്രൂഷകൻ നിങ്ങളുടെ കൂടെ വരും. നിങ്ങൾ ചലിക്കുമ്പോൾ ആ ശുശ്രൂഷകൻ നിങ്ങളുടെ കൂടെ ചലിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൂതന്മാർ നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കും. നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ കൂടെ മൂവ് ചെയ്യും. ആമേൻ. ആ അഗ്നിജ്വാലയെ കുറിച്ചാണ് ദൈവം മോസസിനെ പഠിപ്പിച്ചത്. അഗ്നിജ്വാലയെ കുറിച്ചാണ് ദൈവം ഏലിയാവിനെ പഠിപ്പിച്ചത്, ഏലീശയെ പഠിപ്പിച്ചത്, പീറ്ററിനെ പഠിപ്പിച്ചത്, പോളിനെ പഠിപ്പിച്ചത്, ജേക്കബിനെ പഠിപ്പിച്ചത്, ജോണിനെ പഠിപ്പിച്ചത്. ഹല്ലേലൂയ. പക്ഷെ എല്ലാവരും ഈ തീയെക്കുറിച്ച് മനസ്സിലാക്കിയില്ല. പക്ഷെ മനസ്സിലാക്കിയപ്പോ യോഹന്നാൻ ഒരു വാക്ക് വെളിപ്പാടിൽ എഴുതി. ഗ്ലോറി. വെളിപ്പാട് പുസ്തകം 1:16 പറയുന്നു. ഹല്ലേലൂയ. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആകുന്നു. വെളിപ്പാട് പുസ്തകം 1:16. ആമേൻ. അവൻ കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി. അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം ഉണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. ജോണേ, അങ്ങ് യേശുവിന്റെ മാറിൽ കിടന്നപ്പോ ഇതൊന്നും മനസ്സിലായില്ല. അങ്ങ് പത്രോസിന്റെ പുറകെ ഇറങ്ങിപ്പോയപ്പോഴും ഇതൊന്നും മനസ്സിലായില്ല. അങ്ങയ്ക്ക് സഭ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നപ്പോഴും ഇതൊന്നും മനസ്സിലായില്ല. അങ്ങയുടെ കൂടെ ഇരുന്ന് വർഷിപ്പ് ചെയ്യാനും അന്യഭാഷയിൽ പ്രാർത്ഥിക്കാനും ആൾക്കാരുണ്ടായിരുന്നപ്പോഴും ഇതൊന്നും ദൈവം വെളിപ്പെടുത്തിയില്ല. നീ എന്ന് ഒറ്റപ്പെട്ടോ, നീ എന്ന് ഒറ്റയ്ക്ക് നീ ഇറങ്ങി തിരിച്ചോ, നീ എന്ന് പത്മോസിന്റെ ഏകാന്തത അനുഭവിക്കാൻ തുടങ്ങിയോ, കൂട്ടാളികളോട് കൂടെ അല്ലാത്ത, സഭയോടുകൂടെ അല്ലാത്ത, കൂട്ടരോടുകൂടെ അല്ലാത്ത, മറ്റാരിലും ഡിപ്പെൻഡ് ചെയ്യാനില്ല എന്ന ബോധ്യത്തിൽ നീ ഒറ്റയ്ക്ക് ചില അന്വേഷണങ്ങൾ നീ ആ പത്മോസിന്റെ ഭയപ്പെടുത്തുന്ന ഏകാന്തതയിൽ ആ ദ്വീപിന്റെ അനുഭവത്തിൽ നീ അന്വേഷിച്ചു തുടങ്ങിയോ, അന്ന് ദൈവം വ്യത്യസ്തമായ പാഠങ്ങൾ നിന്നെ പഠിപ്പിച്ചു. ശരിയല്ലേ ജോണേ? ഇപ്പം നിനക്ക് തോന്നുന്നില്ലേ ഡൊമീഷ്യൻ ചക്രവർത്തി ഇറക്കി വിട്ടത് നന്നായി എന്ന്? ഇപ്പം നിനക്ക് തോന്നുന്നില്ലേ സഭയുടെ പ്രാർത്ഥനാ സപ്പോർട്ട് കിട്ടാത്തത് നന്നായി എന്ന്? ഇപ്പൊ തോന്നുന്നില്ലേ സഭയിൽ ആരും എന്നെ ഇപ്പൊ സാമ്പത്തികമായി സഹായിക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ തോന്നിയതും ഇനിയിപ്പൊ തരാനും ആരും ഇല്ല എന്നൊക്കെ ഇപ്പൊ തിരിച്ചറിഞ്ഞത് നന്നായില്ലേ? നിന്നെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടത് നന്നായില്ലേ? നീ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചത് നന്നായില്ലേ? നീ ഇറങ്ങി നടന്നത് നന്നായില്ലേ? ഭയപ്പെടുത്തിയ മണിക്കൂറുകൾ നന്നായില്ലേ?
അന്വേഷിച്ചിറങ്ങിയത് നന്നായില്ലേ? വിളിച്ചവൻ വിശ്വസ്തൻ എന്ന ഒരു അവസാന സ്റ്റേറ്റ്മെന്റിൽ നീ എത്തിയത് നന്നായില്ലേ? അതുകൊണ്ടല്ലേ ദൈവത്തിൽ നിന്ന് എന്തോ കിട്ടുമെന്ന് മാത്രം അന്വേഷിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യരിൽ നിന്ന് നീ വ്യത്യസ്തമായത് തമ്പുരാന്റെ കരത്തിലുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞത്. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രങ്ങളുള്ളത് നീ പത്മോസിൽ ഇറങ്ങിയപ്പോഴല്ലേ കണ്ടത്? അവന്റെ കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ചതെന്ന് പത്മോസിൽ ഇറങ്ങിയപ്പോഴല്ലേ നീ കണ്ടത്? അവൻ വെള്ളോട്ടിന് സദൃശ്യമായ കാലുകളുണ്ടെന്നും ഹിമം പോലെ വെളുത്ത പഞ്ഞി പോലെ നരച്ച തലമുടി ഉണ്ടെന്നും ഒക്കെ നീ തിരിച്ചറിഞ്ഞത് പത്മോസിന്റെ അനുഭവത്തിലേക്ക് ഇറങ്ങിയപ്പോഴല്ലേ? ചില കൂട്ടുമുട്ടലുകൾ അങ്ങനെയാണ്, ചില എൻകൗണ്ടറുകൾ അങ്ങനെയാണ്, ചില പഠിപ്പിക്കലുകൾ അങ്ങനെയാണ്. മറ്റാരും എഴുതാത്ത ചില കാര്യങ്ങൾ എഴുതുവാൻ ദൈവം നിന്റെ കരത്തെ സജ്ജമാക്കുന്നത് ഇതുപോലുള്ള ഒറ്റപ്പിടലുകളിൽ നീ ദൈവസന്നിധിയിൽ ദൈവമുഖം തേടുമ്പോഴാണ്. ഇവിടെ തീ അല്ല കണ്ടത്, ഇവിടെ തീക്കകത്ത് വസിക്കുന്നവനെ യോഹന്നാൻ കണ്ടത്. ഇവിടെ തീ സംസാരിക്കുവല്ല ചെയ്തത്, ഇവിടെ തീക്കകത്തുള്ളവൻ സംസാരിച്ചിട്ട് നീ സംസാരിക്കുന്ന പറയുക ചെയ്തത്. ഇവിടെ വിളക്ക് കത്തിച്ചു വെച്ച് വെളിച്ചം കാണുവല്ല ചെയ്തത്, ഇവിടെ 7 പൊൻ നിലവിളക്കിന്റെ നടുവിൽ നിൽക്കുന്ന ഒരുവനെ കാണുകയാണ് ചെയ്തത്. നിന്റെ കണ്ണ് ദൈവത്തെ കണ്ടാൽ, പ്രൈസ് ടു ജീസസ്, നീ ലോകത്തിന്റെ വെളിച്ചം നീ തേടത്തില്ല കുഞ്ഞെ. നിന്റെ കണ്ണ് കാണേണ്ട പോലെ തമ്പുരാനെ കണ്ടാൽ, നിന്റെ കണ്ണ് അറിയേണ്ട പോലെ അറിയേണ്ടവനെ അറിഞ്ഞാൽ, നിങ്ങളുടെ കണ്ണ് വ്യത്യസ്തമായത് കണ്ടത് എഴുതാൻ തുടങ്ങും. നിങ്ങളുടെ കരങ്ങൾ അരുമനാഥനെ കുറിച്ച് എഴുതാൻ തുടങ്ങും. നിങ്ങളുടെ ആശകൾ മാറിപ്പോകും, ആഗ്രഹങ്ങൾ മാറിപ്പോകും, നിങ്ങളുടെ ജീവിതം മാറിപ്പോകും, നിങ്ങളുടെ വെളിപ്പാടുകൾ മാറിപ്പോകും, നിങ്ങളുടെ സ്നേഹം മാറിപ്പോകും, നിങ്ങളുടെ ഇഷ്ടം മാറിപ്പോകും. നിങ്ങൾ ആകെ മൊത്തം മാറി നിങ്ങൾ പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ മുഴങ്കാൽ നിങ്ങൾ മടക്കും. എല്ലാ മുഴങ്കാലും കർത്താവിൻ്റെ മുമ്പിൽ മടങ്ങുന്ന ഒരു കാലമുണ്ട്. സകല മുഴങ്കാലും കർത്താവിൻ്റെ മുമ്പിൽ മടങ്ങും. എല്ലാ നാവും പാടും യേശു കർത്താവെന്ന്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളെല്ലാം യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ മടങ്ങുന്ന ഒരു കാലമുണ്ട്. യെസ്, ഈ തീ പരിശുദ്ധാത്മാവായി നിന്റെ മേൽ വരുന്ന ആ സമയം നിനക്കതിലേക്കൊരു അന്വേഷിക്കാൻ ഉള്ളത്തിലൊരു വിളി നിനക്ക് തോന്നും. റുബാഷമ്മ പ്രാർത്ഥിച്ചേ, എനിക്ക് അങ്ങനെ ഒരു മഹത്വം കാണണം. നീ പത്മോസിന്റെ ഏകാന്തതയിലായിരിക്കാം ഇന്ന്, പക്ഷെ നീ ആരും കണ്ടിട്ടില്ലാത്ത വെളിപ്പാടുകളും ആരും കണ്ടിട്ടില്ലാത്ത കാഴ്ചകളും ദൈവസന്നിധിയിൽ നിന്ന് കാണും. നീ തീയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നത് ആരും കണ്ടിട്ടില്ലാത്ത ഒരാത്മതലം കാണാനാണെങ്കിൽ, ഞാനതിനെ വെൽക്കം ചെയ്യുന്നു. നിങ്ങൾ വാ തുറന്ന് തുടങ്ങുമ്പോ തന്നെ ഇതുവരെ നിങ്ങളുടെ അടുത്ത് വന്നിട്ടില്ലാത്തൊരു ഏഞ്ചൽ നിങ്ങളുടെ അധരങ്ങളെ തൊടുവിക്കാൻ സ്വർഗത്തിൽ നിന്നൊരു ഖനലുമായി അടുകിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്ക ഒരു സ്പർശനം. പ്രാർത്ഥിച്ചേ, എന്തോ അസാധാരണമായ ഒരു ആത്മതലം ഇതിനകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്കറിയാം, സെറാഫുകൾ അറ്റൻഡ് ചെയ്തൊരു മീറ്റിംഗ് ആയി ഇത് മാറിക്കഴിഞ്ഞു. സെറാഫുകൾ അറ്റൻഡ് ചെയ്ത മീറ്റിംഗ് ആയി ഇത് മാറിക്കഴിഞ്ഞു. Spirit of God, enter power of the God, in the name of Jesus Christ. പ്രാർത്ഥിക്കാം. ദൈവം നിന്നെ തൊടുന്നു. ദൈവത്തിന്റെ തീ ചിലരുടെ കൂടാരങ്ങൾക്കകത്തേക്ക് ഇറങ്ങി വരുന്ന സമയം. അഗ്നിമയ രഥങ്ങൾ in the name of Jesus നിങ്ങളുടെ കൂടാരങ്ങൾക്കകത്ത് ഇറങ്ങുന്ന സമയം. യാക്കോബ് തിരിച്ചറിഞ്ഞതുപോലെ ദൈവമുള്ള സ്ഥലമെന്ന് ഞാൻ കാണുന്നുണ്ട്. ഇതിനകത്ത് ചില ഡെലിവറൻസുകൾ നടന്നു തുടങ്ങുന്നല്ലോ. ഡെലിവറൻസുകൾ നടക്കുന്നു ഇതിനകത്ത്. Come on, touch.
Power in the now somebody. ഉസിയ രാജാവ് കണ്ട ദർശനം, അദ്ദേഹത്തിന്റെ അധരങ്ങൾ അശുദ്ധമെന്ന് തിരിച്ചറിഞ്ഞ സമയം. ഉസിയ രാജാവ് കണ്ട സ്വപ്നം, അദ്ദേഹത്തിന് ദർശനം കാണാൻ പറ്റി, അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി. പക്ഷേ അദ്ദേഹത്തിന്റെ അധരം പാപമുള്ളതെന്ന് തിരിച്ചറിഞ്ഞത് തീ വെളിപ്പെട്ടപ്പോഴാണ്. ആമേൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കുറവുണ്ടെന്ന് വെളിപ്പെട്ടത് തീ വെളിപ്പെട്ടപ്പോഴാണ്. കർത്താവ് നിന്നെ തൊടുന്നു. ഒരു ഡെലിവറൻസ് നടക്കുന്നു. കൂടാരങ്ങൾക്കകത്ത് ഒരു ഡെലിവറൻസ് നടക്കുന്നു. നിങ്ങളുടെ മിനിസ്ട്രിയിൽ ഒരു ഡെലിവറൻസ്, നിങ്ങളുടെ ലൈഫിൽ ഒരു ഡെലിവറൻസ്, ഫാമിലിയിൽ ഒരു ഡെലിവറൻസ്, ഫിനാൻസിൽ ഒരു ഡെലിവറൻസ്. കം ഓൺ, ചർച്ചിൽ ഒരു ഡെലിവറൻസ്. കം ഓൺ. Fire of the Holy Spirit. പുതുക്കി പണിയുന്ന തീ, സംസാരിക്കുന്ന തീ, ശുദ്ധീകരിക്കുന്ന തീ. Amen. Feel the presence of God. പിതാവേ, ഞാൻ ഈ ജനത്തെ അവിടുത്തെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അത്ഭുതകരമാകുന്ന ദൈവ സാന്നിധ്യം, അസാധാരണമാകുന്ന ദൈവ സാന്നിധ്യം കൊണ്ട് ഇന്ന് പിതാവേ ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ നിറച്ച ദൈവസ്നേഹത്തിന് നന്ദി പറയുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഈ കൂട്ടായ്മ എപ്പോഴും സമൃദ്ധിയോടെ ഇരിക്കട്ടെ. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശക്തി ഈ കൂട്ടായ്മയ്ക്കകത്ത് എപ്പോഴും വർദ്ധിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ തീ ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടട്ടെ. ഈ തീ ഒരിക്കലും ഞങ്ങളിൽ അണഞ്ഞു പോകാതിരിക്കട്ടെ. ഞങ്ങളെ കാണുന്ന ഓരോ ജനത്തെയും ഇപ്പോൾ പിതാവേ ഈ വചനത്തിന്റെ മുമ്പിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസമക്ഷം സമർപ്പിക്കുന്നു. യൂട്യൂബിലും സൂമിലും ഞങ്ങളെ കാണുന്ന ഓരോ ജനവും എൻ്റെ യേശുവേ, എൻ്റെ നാഥ, എൻ്റെ കർത്താവേ, അങ്ങയാൽ സ്പർശിക്കപ്പെടട്ടെ. ഇവരുടെ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. സകലവിധമാകുന്ന ശാപബന്ധനങ്ങൾ തകരട്ടെ. ഇവരെ പുറകിലേക്ക് വലിക്കുന്ന എല്ലാ ദുർശക്തിയും വിട്ടുപോകട്ടെ. ദൈവം ഇവർക്കൊരു എൻകൗണ്ടർ നൽകുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ചിരിക്കയാൽ നന്ദി. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ശക്തിയോടെ ആമേൻ പറഞ്ഞ് ആമേൻ. പ്രൈസ് ഗാഡ്. ദൈവം നിങ്ങളെ തൊട്ടിട്ടുണ്ട്. നിങ്ങളെ കർത്താവ് സന്ദർശിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും മറ്റുള്ളവർക്ക് നിങ്ങൾ ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാ ദിവസവും 2 നേരം, രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഞങ്ങളുടെ മീറ്റിംഗ് ഈ പ്ലാറ്റ്ഫോമിൽ ദൈവത്തിൻ്റെ കൃപയാൽ നടന്നു വരുന്നു. ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ ടെസ്റ്റിമണീസ് എല്ലാം നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സാപ്പിൽ ഞങ്ങളെ അറിയിക്കാനുള്ള അവസരവും സംവിധാനവും ഉണ്ട്. പ്രയോജനപ്പെടുത്തുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, ഉയർത്തട്ടെ, വളർത്തട്ടെ. നമുക്ക് തമ്മിൽ പ്രാർത്ഥനയിൽ ഓർക്കാം. അടുത്ത ദിവസം നമുക്ക് ഒരുമിച്ച് കാണുന്നത് വരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.